നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. കാർത്തിക കീർത്തി കേൾക്കുമെന്ന് പറയുന്നത് പോലെ കീർത്തി കേൾക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലുണ്ട്. നമുക്ക് മേടക്കൂറിലും ഇടവക്കൂറിലും ഉണ്ട്. 2 കൂറിൻ്റെ ഫലങ്ങൾ നമ്മൾ സംയോജിപ്പിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കൈവെട്ടാതെ പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ഒരു കൂട്ടമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തിന് നമ്മൾ പറയപ്പെടുന്നത്. ഇവർക്ക് 2026 സമ്മിശ്ര ഫലമായിട്ടാണ് പറയപ്പെടുന്നത്. ഭൂമിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഊഹക്കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള അവസ്ഥ പറയാനുണ്ട്. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിൽ നടക്കുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്ക് നാട്ടിലൊന്ന് വന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം പങ്കാളിയായിട്ടുണ്ട്. അതൊന്നും അത്ര അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത് യാത്രകൾ അതുപോലെ ഒന്ന് കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ഇവർ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വർഷം മധ്യത്തിൽ കുറച്ച് കാണുന്നുണ്ട്. ഇവർക്ക് സാമ്പത്തിക പരമായിട്ട് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. മുൻപ് അനുഭവപ്പെട്ടിരുന്ന ക്ലേശങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ വർഷം മധ്യത്തിന് ശേഷം സാധിക്കുന്നതായിരിക്കും. പുതിയ ജോലി പ്രവേശിക്കാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രൈവറ്റ് ജോലി നിൽക്കുന്നവർക്ക് സംബന്ധിച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുന്ന വർഷമായിട്ട് കാർത്തിക നക്ഷത്രത്തിന് 2026 പറയാവുന്നതാണ്. പല കാര്യങ്ങളിലും മുൻവിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന മുഖേന ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളുമായിട്ട് കുറച്ചൊരു അകലം പാലിക്കുന്നത് കാർത്തിക നക്ഷത്രപ്പെട്ട പുരുഷന്മാർ 2026 കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. സന്താനങ്ങളുടെ വിവാഹത്തിനായിട്ട് കുറച്ച് സമയം ധനം ഒക്കെ ചെലവഴിക്കും. അതുപോലെ സ്നേഹങ്ങൾ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. വളർത്തു മൃഗങ്ങളുടെ എന്തെങ്കിലും ആക്രമണത്തിനൊക്കെ ഇരയാവാനുള്ള സാധ്യത വർഷാന്ത്യത്തിലുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളുടെ പ്രവൃത്തികൾ ദോഷകരമായിട്ട് വരാനുള്ള അവസ്ഥ വർഷാന്ത്യത്തിലുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് അല്പം ക്ഷീണമൊക്കെ ഉണ്ടാകുന്നൊരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിന് ഉന്മേഷവും ഉല്ലാസവും ഒക്കെ വർഷാവസാനം ഉണ്ടാകുന്ന അവസ്ഥ പറയാനുണ്ട്. വ്യാപാരത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊന്നും ഉപേക്ഷിച്ചാൽ വേറൊരു ബിസിനസ് തുടങ്ങിയാലെന്നൊക്കെ തന്നെ ചിന്താഗതികളുണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ബിസിനസ് തന്നെ അത് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാവും. പട്ടാളം, പോലീസ് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പ്രായണ പറയാവുന്നതാണ്. നമുക്ക് വ്യയം, അതായത് ചിലവുകൾ കുറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, വരവ് കൂട്ടാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാനുണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ച, തൊഴിൽ രഹിതർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളുമൊക്കെ വന്നു ചേരുന്നതാണ്. കടബാധ്യത തീർക്കാനുള്ളൊരു അവസരമൊക്കെ വന്നു ചേരുന്നതായിരിക്കും.